ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ തെന്മല, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ മേഖലകളാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ഭീഷണിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ദൈനംദിനം വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി കാർഷിക വിളകൾ നശിക്കുകയും നിരവധി മനുഷ്യജീവനുകൾക്ക് ഭീകരമായ രീതിയിൽ അത്തരം മൃഗങ്ങളുടെ ഒരു വിളയാട്ടം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് തെന്മല. മേഖലകളിൽ വന്യമൃഗങ്ങൾ വനത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ? ഈ വന്യജീവിയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ചില തെന്മലയുടെ ജിയോഗ്രഫിയും ചില പുറമോട്ട് ചില വിഷയങ്ങൾ മരഞ്ഞെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. 72 കാലഘട്ടത്തിൽ തെന്മല KIP അതായത് ഡാം കല്ലിടുന്നത് 72 കാലഘട്ടത്തിലാണ്. ആ 72 കാലഘട്ടത്തിലെ ഫോറസ്റ്റ് നിയമങ്ങളും വന നിയമങ്ങളും അന്നത്തെ സർക്കാരുകൾ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള ഉദ്ദേശവും അത് മാത്രമാണ് കണക്കിലെടുത്ത് നിർമ്മാണം തുടങ്ങിയത്. അതിലെ ഡാമിന്റെ ഇവിടുന്ന് ഇവിടുന്ന് 1/2 കിലോമീറ്റർ മുതൽ പുതിയ ഒരു ഗ്രാമമേ അസ്തമിച്ചിട്ട് പുതിയ റോഡാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ തെന്മല പഞ്ചായത്ത്, ആര്യങ്കാവ് പഞ്ചായത്ത്, പിറവന്തൂർ പഞ്ചായത്ത് ഏകദേശം പഞ്ചായത്തിലുള്ള കണക്കിൽ കൂടുതൽ വനത്തിന്റെ അളവാണ് കൂടുതൽ. മൂന്നാം വാർഡിനെ സംബന്ധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ വിസ്തൃതിയുള്ള വാർഡാണെങ്കിലും തുച്ഛമായ അളവിൽ 2.5 ഏക്കറേ ഉള്ളൂ പട്ടയ സ്ഥലം. ഞാൻ പറഞ്ഞു വന്നത് കൊടും വനത്തിന് നടുക്കുള്ള ഒരു ഗ്രാമമാണ് തെന്മല. അപ്പം കടുവ നിരന്തരം ഇറങ്ങുന്നതാണ്. ഈ നാഷണൽ പെർമിറ്റ് ലോറികൾ ഓടുന്ന റൂട്ടായതുകൊണ്ട് എല്ലാ ആഴ്ചയിൽ 2 ദിവസം വീതം കടുവയുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഫോറസ്റ്റിൽ പറയുമ്പോൾ DFO ഉൾപ്പെടെയുള്ള വനപാല സംഘം പറയുന്നത് ഇതൊരു കോറിഡോറാണ്, കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതിന് അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ജനവാസവും ഇല്ല. നമ്മുടെ കിഴക്കൻ മേഖലയെ വെച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളും ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ സാധാരണക്കാരായ ഇവിടെ താമസിക്കുന്ന കുടിയേറ്റ കർഷകർക്ക് ഡിജിറ്റൽ സർവേ ചെയ്ത് ഭൂമി അളന്ന് തിരിച്ച് ഈ റോഡും ജനവാസ മേഖലയും അവരുടെ കൈവശത്തിലേക്കുള്ളത് പതിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് ഒരു മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഒരു വന്യജീവി സംരക്ഷണം 100% ഉറപ്പാകത്തുള്ളൂ. മാത്രമല്ല ഇപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ കാട്ടുപന്നിയും കാട്ടാനകൾ ആ റെയിൽവേ റോഡ് വരെ എത്തും. രാജവമ്പന റെയിൽവേ റോഡിന് റെയിൽവേ പരിധി കഴിഞ്ഞ് ഫോറസ്റ്റിൽ ഞാൻ മുൻകൈയെടുത്ത് സോളാർ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ആ വഴി അതില്ലാത്ത വഴി കൂടെ മാത്രം ആന ഈ പറഞ്ഞ റെയിൽവേ ട്രാക്ക് വരെത്തും. ഇങ്ങോട്ട് കയറാൻ വഴിയില്ലാത്തവർക്ക് അതും താണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം റെയിൽവേ ട്രാക്കും കഴിഞ്ഞ് മെയിൻ റോഡിലെത്തിയിരുന്നു. തെന്മല ജംഗ്ഷനിൽ കാട്ടുപോത്ത് ഇപ്പൊ അടുത്ത സമയത്ത് ചെന്നായി ഒരു 15 ദിവസം മുമ്പേ കടുവ ഇങ്ങനെ ഡിപ്പോയിൽ ഇറങ്ങി ലോറി ഡ്രൈവർ കണ്ടു, പെട്ടെന്ന് ആൾക്കാരെ അലർട്ട് ചെയ്ത്, കാരണം തെന്മല മെയിൻ റോഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തെന്മല. അപ്പം ജനവാസ മേഖലയാണ്. പക്ഷേ വേണ്ടത്ര വനം വകുപ്പിന്റെ ഒരു സ്ട്രെങ്ത് ഇവിടെ ഉണ്ടോ? വനം വകുപ്പിന് സ്ട്രെങ്ത് വനത്തിന്റെ സംരക്ഷണം എന്നുള്ളതല്ലാതെ വന്യമൃഗങ്ങളിൽ നിന്നും പൊതുജനത്തിന് സംരക്ഷണം നൽകുന്ന രീതിയിൽ ഒരു പദ്ധതിയോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തോ ഇല്ല. ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നതിന് ഇവിടെ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തെങ്കിലും അതും ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അതും നടപ്പായിട്ടില്ല. യഥാർത്ഥത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് തെന്മല വാർഡ് വളരെ വലിയ ഒരു വന്യജീവി, കാരണം കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഈ ഒരു പ്രദേശത്ത് മാത്രം പുറത്തോട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റാത്ത സാഹചര്യമാണുള്ളത് തെന്മല. അതുപോലെ തന്നെ നമ്മളിപ്പം അച്ചൻകോവിൽ മേഖലകളിലുള്ളവരും നമ്മളോടൊപ്പം ഉണ്ട്. മാമ്പഴത്ര നമ്മുടെ കൊല്ലം ജില്ലയുടെ ഏറ്റവും ഉൾവനത്തിലുള്ള ഒരു മേഖലയാണ് മാമ്പഴത്ര. അതിപ്രശസ്തമായ മാമ്പഴത്ര ദേവി ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഈ അച്ചൻകോവിൽ മേഖല. എങ്ങനെയുണ്ട് അവിടുത്തെ വന്യമൃഗങ്ങളുടെ? മാമ്പഴത്തറയിലെ മൃഗശല്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ തന്നെ മാമ്പഴത്തറ ഫുൾ വനത്തിലും ഒരു സൈഡ് ഹാരീസനുമാണ്. മാമ്പഴത്തറ ഉള്ള നിലവിലുള്ള വീട് 50 വീടാണുള്ളത്. അതുപോലെ ഒരു ഡെവലപ്മെന്റ് ആദിവാസി കോളനി ഉണ്ട്, അവിടെ ഒരു 39 വീടുണ്ട്. ഇവിടെ എല്ലാം സോളാർ ഫെൻസിങ് ഫോറസ്റ്റുകാർ നടത്തിയിട്ടുണ്ട്. അതിനുപരി കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ നമ്മളവിടെ എലിഫന്റ് റേഞ്ച് എന്നും പറഞ്ഞൊരു കുഴി എടുത്തു ഒരു ഏർപ്പാടാണ്. അതൊരുവിധം
വിജയകരമായുള്ള പരിപാടികളാണ്. അതിലെ കൂടെ മാത്രം ആനകൾ മാമ്പഴത്തറയ്ക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മാമ്പഴത്തറയുടെ 4 സൈഡും ഇത് എടുത്തേ പറ്റും. അമ്പതിപ്പരം വീടെന്ന് പറയുമ്പം വനത്തിനകത്തുള്ളതാണ്. ഏത് സമയം ഒരു ഇത് എത്ര ഭാഗത്ത് ഇത് എടുത്തിട്ടുണ്ട്? അത് കൂടി വന്ന ഒരു മാമ്പഴത്തറ അമ്പലത്തിന്റെ ഒരു സൈഡ് ഭാഗവും കോളനിയുടെ ഒരു സൈഡ് ഭാഗവും എടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ഫോറസ്റ്റ് നമ്മൾ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എലിഫന്റ് റേഞ്ച് ആണ് മാമ്പഴത്തറ ഉത്തമ കാര്യം. മാമ്പഴത്തറയിലുള്ള ആൾക്കാരെ രക്ഷിക്കാനും മാമ്പഴത്തറയിൽ അതിപുരാതനമായ മാമ്പഴത്തറ ദേവീക്ഷേത്രവും അടങ്ങുന്ന സ്ഥലമാണ്. 46 ഏക്കർ 50 ഏക്കർ സ്ഥലത്തിനകത്തുള്ളത്. അച്ചൻകോവിലിൽ പോകുന്ന ആൾക്കാരും അതുകൂടി യാത്ര ചെയ്യാറുണ്ട്. അച്ചൻകോവിൽ അതുവഴി ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൊല്ലം ചെങ്കോട്ട റോഡ് അതുവഴി ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ റോഡ് ബ്ലോക്ക് ആയാൽ മാമ്പഴത്തറ വഴി ചെയ്യാൻ പറ്റും. മറ്റു മൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഉണ്ട്? ഈ പുലിയും മറ്റുള്ള കടുവ എല്ലാ മൃഗങ്ങളുടെ ശല്യവും പുറത്തുണ്ട്. നമ്മുടെ ഈ മാമ്പഴത്തറ മുതൽ ഉപ്പുഴി വരെ 6 കിലോമീറ്റർ വനമാണ്. അതിൽ കൂടാണ് കുറവന്താളം ബസ് രാത്രി വരുന്നത്. തിരിച്ച് കഴുതുരുട്ടി വഴി ആര്യങ്കാവ് വന്ന് ഈ വഴിയുള്ള കഴുതുരുട്ടി വഴിയുള്ള ബസ്സും ഈ നെടുമ്പാറ വഴിയാണ്. ഈ 2 സൈഡിലും ഹാരിസന്റെ ഒരുപാട് മരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ആന ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇതായിട്ടുള്ള പിന്നെ ആനയുടെ അപകടങ്ങളൊക്കെ പണ്ട് അവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒരാൾ അവിടെ മരണപ്പിടി വരെ ചെയ്തായിരുന്നു, കാന ചവിട്ടി കൊന്നായിരുന്നു. അല്ല, ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുള്ള അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഫോറസ്റ്റിന് ആവശ്യമായുള്ള ഈ ലാത്തിയും കമ്പും കൊടുത്തിട്ടൊന്നും ഫോറസ്റ്റ് ആനയെ വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ തന്നെ വിരട്ടി ഓടിക്കാനായി പോലും അവർക്ക് വനത്തിൽ സഞ്ചരിക്കാൻ പോലും ആകെ മൊത്തമുള്ളത് ഈ ഫോറസ്റ്റിൽ കൊടുക്കുന്ന ഒരേ വടികളും മറ്റുള്ള കമ്പുകളും ആയിരിക്കും. മറ്റുള്ള ഒന്നും ഇല്ല, ഇപ്പോൾ സംവിധാനമില്ല. ആ സംവിധാനം ഉണ്ടാവണം. ഇതുപോലുള്ള എലിഫന്റ് റേഞ്ച് ഒക്കെ ഉണ്ടായാൽ അവിടെ മാമ്പഴത്തറയും ബാക്കിയുള്ള ഈ നമ്മളെ ആര്യങ്കാവ് മേഖലയും എല്ലാം സംരക്ഷിക്കാൻ പറ്റും. ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തെന്മല മേഖലയിൽ ഈ വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് വനം വകുപ്പിന് നിലവിലുള്ള സാങ്കേതിക സംവിധാനമല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു നൂതന സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റമോ ഒന്നും തെന്മല പഞ്ചായത്തിനെ സംബന്ധിച്ച് വന്നിട്ടേ ഇല്ല. ഇപ്പൊ RRT ആര്യങ്കാവിന്റെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് തെന്മലയിലാണ് അത് ഉള്ളത്. RRTയുടെ ഒരു വാഹനം, അതിൽ 4 സ്റ്റാഫുകൾ ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു തരത്തിലുള്ള ഇപ്പം കടുവ ശല്യം കൂടുന്നത് ഇപ്പം മാമ്പഴത്തറ, തെന്മല, വാലുപറമ്പ്. പക്ഷെ അവിടെ ഒരു പുലിക്കൂടോ അതിന്റെ കൂടുകൾ സ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഉന്നത സംഘം അത് പരിശോധിക്കാനുള്ളതോ അങ്ങനെയുള്ളതോ ഒന്നും നടത്തിയിട്ടില്ല. ഫലത്തില് തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗ ആക്രമണം ദിനംപ്രതി നടക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നടത്തുവാൻ വനം വകുപ്പിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ തെന്മല വന്യമൃഗ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രദേശമാണ്. ഇവിടെയുള്ള പൊതുപ്രവർത്തകരാണ് RSPയുടെയും CPMന്റെ CPIയുടെയും സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തനം നടത്തുന്ന 3 പ്രധാന പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന പ്രദേശങ്ങൾ അവർ നേരിട്ടെത്തി സന്ദർശിക്കുകയും വേണ്ട അടിയന്തര സഹായങ്ങൾ ചെയ്യാൻ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ തെന്മല പഞ്ചായത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം? വന്യമൃഗങ്ങളുടെ ആക്രമണം ജനങ്ങളുടെ ജീവിത സാഹചര്യം തകർത്തിരിക്കുന്നു. ഇവിടെ കുടുംബമായി ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകൾ. തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കുളത്തൂപ്പുഴയും ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ആളുകളുടെ ജനജീവിതം വളരെ ദുസ്സഹമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. പക്ഷെ നമ്മുടെ ഈ മേഖലയിൽ നമ്മളൊരു പക്ഷേ കിളച്ച് വല്ലതും ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ മൂട്ടിൽ വിളയുന്നതെല്ലാം പന്നിയും മുള്ളനും എല്ലാം കഴിക്കും. അതിന് മണ്ടയിൽ വിളയുന്നതോ പാറാനും കുരങ്ങും അതുപോലെ വലിയ അണ്ണാനും മല അണ്ണാനും ഒക്കെ അത് കഴിക്കും. വല്ല വളർത്തുമൃഗങ്ങളെ വല്ലതും വളർത്തി ജീവിക്കാന്ന് കരുതിയാൽ അത് പുലിയോ കടുവയോ തുടങ്ങിയ മൃഗങ്ങൾ അതിനെ പിടിക്കും. ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും നിവേദനങ്ങളും ഒക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും എല്ലാം കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകുന്നുണ്ട്. പക്ഷെ ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് അടിയന്തരമായി ഈ വനമേഖലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ പ്രൊട്ടക്ഷനും അവന്റെ സ്വത്തിനും അവന്റെ സംരക്ഷണത്തിനും നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് അവർ ചെയ്യുന്നത് പണി എന്താണെന്ന് വെച്ചാൽ സോളാർ ഫെൻസിങ് അതിട്ട് ഒരു 10-15 ലക്ഷം രൂപ മുടക്കി ഒരു 1, 1.5, 2, 3, 4 കിലോമീറ്റർ ഇട്ട് അതിനെ പരിപാലനമൊന്നും ഇല്ലാതെ അത് അങ്ങനെ വള്ളിയെ കയറിയ നശിച്ചങ്ങ് പോകുന്ന ഒരവസ്ഥ. അതിൻ്റെ ഇടയിലൂടെ ആനയ്ക്കതൊരു വിഷയമേ അല്ല. ഈ പന്നിയും മുള്ളനും ഒക്കെ അതിനിടയിൽ ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. എന്നാൽ ഇതിന് ശാശ്വത പരിഹാരം എന്താ? ഇത് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ കിടങ്ങ് കുഴിച്ചാൽ ആന ഇപ്പുറത്തോട്ട് വരില്ല. കിടങ്ങ് കുഴിക്കും.
അതല്ലെങ്കിൽ ഈ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്, അത് ചെയ്യുക. അതില്ലെങ്കിൽ റെയിൽ ഫെൻസിങ് ഉണ്ട്, റെയിൽ ഫെൻസിങ് അത് ചെയ്യുക. ഇതെല്ലാം ഒരു കിലോമീറ്ററിന് പക്ഷേ 5-8 ലക്ഷം രൂപ ചിലവാകുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപ വർഷാവർഷം ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നത് വനത്തിനുള്ളിൽ ഗള്ളി പ്ലക്കിംഗ് എന്ന് പറഞ്ഞിട്ടും ഈ ചെക്ക് ഡാം കെട്ടുന്നെന്ന് പറഞ്ഞിട്ടും ഒക്കെ ചെലവഴിക്കുന്ന ആ പൈസകൾ, സീഡ് നടുന്നതിന് വേണ്ടി, വിത്ത് നടുന്നതിന് വേണ്ടി ഒക്കെ ചെലവഴിക്കുന്ന ആ പൈസയുടെ ചെറിയൊരു അംശം മാറ്റിയാൽ ഈ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ വനത്തിന് ചുറ്റും ഈ ഞാൻ പറഞ്ഞ തരത്തിലുള്ള സംരക്ഷണ കവചങ്ങൾ തീർക്കാൻ കഴിയും. അത് ചെയ്യാതെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം, എൻ്റെ വീട്ടിൽ ഞാനൊരു നായ വളർത്തിയാൽ അത് അടുത്ത വീട്ടിലിറങ്ങിയോ അല്ലെങ്കിൽ റോഡിലിറങ്ങിയോ ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ, കടിച്ചാൽ എൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ IPC-യുടെ സെക്ഷനുണ്ട്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വനത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെടേണ്ട ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാട്ടുകാരെ ശല്യപ്പെടുത്തുകയും അവരെ മക്കളെ ആക്രമിക്കുകയും ആനയെ ചവിട്ടി ആളുകളെ കൊല്ലുകയും പുലി വന്ന് മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്താൽ അതിന് ഉത്തരവാദി DFOയോ CCFO ആണ്. അപ്പൊ ഒരു മരണം ഉണ്ടായാൽ ആ മരണത്തിന് ഉത്തരവാദി ആരാണ്? ആ ആന ചവിട്ടി ഒരാളിനെ കൊന്നാൽ അതിന് ഉത്തരവാദി DFO ആണ്. DFOയുടെ പേര് കൊലപാതകത്തിന് കേസെടുക്കണം, നിയമപരമായിട്ട് കേസെടുക്കണം. അങ്ങനെ 4 കേസ് വന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പൈസകൾ ഈ വന്യമൃഗം പുറത്തേക്ക് വരാതിരിക്കാൻ, വന്യമൃഗങ്ങൾക്കകത്ത് ചാപ്പാട് കൊടുക്കാനും തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ഉള്ള നടപടികൾ അവർ സ്വീകരിക്കും. അവർ സ്വീകരിച്ചാൽ ഇത് പുറത്തേക്ക് വരില്ല. വേലികൾ ഇട്ടാൽ ഒരു സുരക്ഷിതമാണ്. ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഈ ആര്യങ്കാവ് പഞ്ചായത്തിൽ അടുത്ത 10 വർഷം കൂടെ കഴിയുമ്പോൾ ഒരു പഞ്ചായത്ത് ഇല്ലാതാവും. കാരണം തോട്ടം തൊഴിലാളികളെല്ലാം അവരുടെ ജീവിതം ദുസ്സഹമായി അവർ പിരിയുന്നവർ പുറത്തേക്ക് പോകും. നാട്ടുമൃഗങ്ങളായ ആര്യങ്കാവ്, എടപ്പാളയം, കരുത്തുട്ടി മേലുള്ള ആളുകൾ ഈ വന്യമൃഗ ശല്യം കാരണം അവരത് വിറ്റുപറക്കി നാട്ടുമൃഗങ്ങളിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് അവർ ചേക്കേറുന്നു. അംഗസംഖ്യ കുറഞ്ഞു വരും. തെമ്മല പഞ്ചായത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല. ഈ തെമ്മലയിലൊന്നും ആർക്കും ജീവിക്കാൻ താല്പര്യമില്ല. ആളുകൾ പൊറുതിമുട്ടി, ആളുകൾ ഇവിടുന്ന് ഒളിച്ചോടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം. പകൽ വൈകിട്ട് 4 മണിക്കൊക്കെ നിങ്ങളിവിടെ വന്നാൽ ഈ പന്നിക്കൂട്ടങ്ങളെ അടിച്ചു മാറ്റിയിട്ട് വേണം ഞങ്ങൾക്കെല്ലാം വണ്ടി ഓടിച്ചോ നടന്നു പോകാൻ. കൊച്ചു പിള്ളേരൊക്കെ യാത്ര ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ ഈ പന്നികളുടെ ശല്യം കാരണം ചിലപ്പോൾ അവർ കുത്തിക്കീറും. പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഉണർന്ന് പ്രവർത്തിക്കുക. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് സമിതികൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ എല്ലാ സമിതികളും ഒരുമിച്ച് നിന്ന് ഇതിന് സമ്പത്ത് സ്വരൂപിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ അതുപോലെ തന്നെ ഈ തോട്ടം മേഖല, തേയിലത്തോട്ട മേഖല, റബ്ബർ തോട്ട മേഖല, അങ്ങനെയുള്ള തോട്ടം മേഖലകളാണ് ഏറ്റവും കൂടുതൽ ലയങ്ങളിലൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് സുരേഷ്. ഈ തോട്ടം മേഖലകളിൽ ഈ ആനയുടെ ആക്രമണവും കാട്ടുപോത്തിന്റെ ആക്രമണവും പ്രധാനമായി നേരിടുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് സുരക്ഷാ മാർഗങ്ങളാണ് അവിടെ ഒരുക്കാൻ പറ്റുന്നത്? തോട്ടം മേഖല എന്ന് പറയുമ്പോൾ സ്വകാര്യ തോട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ വനാതിർത്തികളുണ്ട്. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെ? യഥാർത്ഥത്തിൽ കേന്ദ്ര വന നിയമം പരിഷ്കരിക്കേണ്ടതിൻ്റെ അവസ്ഥയാണുള്ളത്. ഒന്ന്, തോട്ടം മേഖലകളുടെ അതിർത്തികൾ പലപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു കാരണവശാലും കാട്ടുമൃഗങ്ങൾ ഇറങ്ങാത്ത രീതിയിലേക്ക് സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷിക്കപ്പെടാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്ന് ട്രഡ്ജ് എടുക്കുക, ആ ട്രഡ്ജിന് ഇപ്പുറത്തായിട്ട് സോളാർ ഫെൻസിങ് ചെയ്യുക, അപ്പുറത്തെ സൈഡിൽ നല്ല ജൈവവേലി ചെയ്യുക. ജൈവവേലി ചെയ്തതോടുകൂടി അത്തരത്തിൽ മൃഗങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുകയും, ജൈവവേലി കടന്ന് മൃഗങ്ങൾക്ക് വരണമെങ്കിൽ ട്രഡ്ജ് കടക്കേണ്ടി വരും. ആ ട്രഡ്ജിന് ഇപ്പുറത്ത് 3 കടമ്പ കടന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ജനവാസമുള്ളിടത്തോ അല്ലെങ്കിൽ തോട്ടം മേഖലയിലേക്കോ കാട്ടുമൃഗങ്ങൾക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കണം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഈ മീറ്റിങ്ങുകൾക്കൊക്കെ ചെല്ലുമ്പോൾ ഇവരിതെല്ലാം എഴുതി വെക്കുമെങ്കിലും ഇതൊന്നും പ്രാബല്യത്തിൽ വരുത്താൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ ഈ ജനങ്ങളെ കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. ഒന്ന്, ആനയുടെ ആയാലും പുലിയുടെയൊക്കെ കാര്യത്തിലായാലും വളരെയധികം എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഇത്രയും വനത്തിനകത്ത് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ആ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവിടെ ഇല്ല. ആ ഭക്ഷണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ ഈറകൾ വെച്ച് പിടിപ്പിക്കണം. ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈറയും അതിനാവശ്യമായിട്ടുള്ള തീറ്റകൾ വെച്ച് പിടിപ്പിക്കുകയും
വനത്തിനകത്ത് തന്നെ അവയ്ക്ക് കുടിക്കാനുള്ള വെള്ളം നിരവധി നീർച്ചാലുകളുണ്ട്. ആ നീർച്ചാലുകൾ സംരക്ഷിക്കപ്പെട്ട് അതിനകത്ത് വെള്ളം സ്റ്റോറേജ് ചെയ്ത് നിർത്തി ഈ വേനൽക്കാലമായാലും മഴയായാലും അവർക്ക് വന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംരക്ഷണം ഏർപ്പെടുത്തിയാൽ ഒരു പരിധി വരെ ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാതെ സൂക്ഷിക്കാൻ പറ്റും. അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഉള്ളത് എന്താ, നാട്ടിലിറങ്ങി കൃഷിക്കാരൻ്റെ കൃഷി നശിപ്പിച്ചാൽ അവൻ ആവശ്യമായ വില കിട്ടുന്നില്ല. അവൻ ഈ പരാതിയും കൊണ്ട് ചെന്ന് ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞാൽ, വർഷങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് ഈ നഷ്ടം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇത് ഒരു പരാതി കിട്ടിയാൽ 15 ദിവസത്തിനകം പരിഹരിച്ച് കൃഷിക്കാരന് അവന്റെ നഷ്ടം കൊടുക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഇപ്പോ നാളികേരമായാൽ മലയെണ്ണം വന്ന് തുറന്ന് കൃഷിക്കാരന് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു സാധനവും കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കൃഷി ചെയ്യാൻ പറ്റാതെ കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ചാൽ അതിന്റെ താങ്ങുവില കൃത്യസമയത്ത് കർഷകന് കൊടുക്കാൻ, കർഷകനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറണം. അങ്ങനെ കാട്ടുമൃഗങ്ങൾ നഷ്ടപ്പെടുത്തി അപേക്ഷ കൊടുത്താൽ ഒരു 15 ദിവസത്തിനകം ആ കർഷകന് ആവശ്യമായിട്ടുള്ള നഷ്ടം കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെയാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകൾ. ആ തുകയ്ക്ക് കാലതാമസം വരാൻ പാടില്ല. അവർക്ക് ചികിത്സാ സഹായത്തിന്റെ അപേക്ഷ കൊടുത്താൽ കൃത്യമായി കൊടുക്കുന്ന സാഹചര്യമില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പ് കടിച്ചു നമ്മുടെ ഒരു സുഹൃത്തിനെ. അതിന്റെ ചികിത്സാ സഹായം കൊടുത്ത 1 വർഷം ആയിട്ടും കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യമായി പരിഹരിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനവർക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അതേസമയം വനത്തിനകത്ത് ഈ പറയുന്ന പോലെ ഗള്ളി കെട്ടോ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് സമ്പത്തുണ്ടാക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ട് ഇത് സംരക്ഷിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിനും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ശ്രമം വളരെ മോശമായ രീതിയിലാണ്. ഇതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ജനരോഷം കൂടുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവർ കാണിക്കേണ്ടുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ പരിഹാരം കാണുന്നതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന അലംഭാവമാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ജനം തിരിയുന്ന അവസ്ഥയുണ്ടാവുന്നത്. അത് മാറണമെങ്കിൽ ഈ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലെല്ലാം ഒരു കാലതാമസമില്ലാതെ അടിയന്തരമായി കൊടുക്കണം. അപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അലംഭാവം ഈ വിഷയത്തിൽ പ്രധാനമായും പ്രതിഫലിക്കുന്നു എന്നാണ് നിസ്സംശയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ തോട്ടം മേഖലയിലെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി തൊഴിലാളികൾ മരിച്ച ഒരു മേഖല കൂടിയാണ്. അവർക്കൊക്കെ സമയബന്ധിതമായി നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ? ആന ഇറങ്ങാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ആ മേഖലകളിൽ ഇപ്പം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മുടെ തോട്ടം മേഖലയിൽ നിരവധി ആനയുടെ ആക്രമണത്തിൽ മരിച്ച സാക്കളുണ്ട്. അവർക്കെല്ലാം ആ സമയത്ത് CCF മേ ബി മിനിസ്റ്റർ വരെ അവിടെ വന്ന് ഇതിന് നഷ്ടപരിഹാരം നൽകുന്നതാണെന്നും അതിനുണ്ടായ എന്തൊക്കെ അവരുടെ കുടുംബത്തിനെ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള നിലയിലൊക്കെ വരുന്നെങ്കിലും ഇതുവരെ ആനുകൂല്യം കിട്ടാത്ത പലരും ഉള്ളൂ. നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പോൾ തെന്മലയിൽ സംബന്ധിച്ച് സന്ധ്യ കഴിഞ്ഞാൽ ചെന്നായുടെ ആക്രമണം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ചെന്നായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ പട്ടിയെ പോലെ നടക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് കടിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ 2 പേരെ കടിച്ചു. അവർക്ക് ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞതല്ലാതെ കൊണ്ട് ഇതുവരെ അതിന് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ തോട്ടം തൊഴിലാളികൾ രാവിലെ ടാപ്പിങ്ങിന് പോകുന്നു, 4 മണിക്ക് ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ പടക്കം എറിഞ്ഞിട്ടാണ് റബ്ബർ എസ്റ്റേറ്റിൽ കയറുന്നത്. കാരണം ആനയും കാട്ടുപോത്തും അവയെ ഓടിച്ചു വിട്ടതിന് ശേഷമാണ് അവരുടെ ടാപ്പിംഗ് വരെ നടക്കുന്നത്. കഴിഞ്ഞ സമയത്ത് ഒറ്റക്കൽ ഗാന്ധി ജംഗ്ഷനിൽ ഒരു സന്ധ്യ സമയത്താണ് ഒരാളിനെ ആന ഓടിച്ചത്. ആന ഓടിച്ച എന്തോ ഭാഗ്യത്തിന് ചവിട്ടി കിട്ടിയില്ല. എന്നാൽ അദ്ദേഹത്തിന് നടുവിന് പൊട്ടലുണ്ടായി. ഹോസ്പിറ്റലൈസ് ആയിരുന്നു. DFO എടുക്കുക അപേക്ഷ കൊടുത്തു. തീർച്ചയായും നടപടി ഉണ്ടാകുമെന്നും ഇതുവരെ അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല. ആനയും കുരങ്ങിൻ്റെയും മലയണ്ണാൻ്റെയും ശല്യം അവർ പറയുന്നത് എന്താ, നമ്മുടെ തെങ്ങിനുണ്ടായ നഷ്ടം. അപ്പോൾ തേങ്ങ അതിൻ്റെ വെള്ളയ്ക്ക് എത്ര ഉണ്ട് അത് നമ്മൾ പെറുക്കി കൊണ്ട് കൊടുക്കണം. അത് കൊടുത്താൽ അതിന് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ ആയിട്ടും ഒരാളിന് ഒരു വെള്ളയ്ക്കാടെ പൈസ പോലും ഇതുവരെയും കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ആ രീതിയിൽ പിന്നെ എന്ത് പറഞ്ഞാലും കേന്ദ്രം വരണം എന്നുള്ളവരാണ്. നമ്മളുടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ ഫെൻസിങ് ഉണ്ടാക്കി. എന്നാൽ അത് സംരക്ഷിക്കാൻ ഇങ്ങനെയുള്ള ഈ വനസംരക്ഷണ സമിതിയോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇവിടെ പേരിൽ വനസംരക്ഷണ സമിതിയുണ്ട്. കുറേ ഫയർ വാച്ചർമാരെ ഫലപ്രദമല്ല ഫയർ വാച്ചർമാരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 27-30 ആളുകളെ എടുക്കേണ്ടതിന് പകരം ഇപ്പോൾ 7 പേരെ 8 പേരെയാണ് ഈ സീസണിൽ പോലും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാട്ടുതീ പടരുന്നൊരു സമയമാണ്. ഇവരുടെ പറയുന്നത് എന്താ, ഫണ്ടില്ല. ഒറ്റ കാര്യം ഫണ്ടില്ല. അതാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചു വരുമ്പോൾ ഇതിനനുസരിച്ചുള്ള പരിപാടി ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ശക്തമായ ഒരു പ്രതിഷേധ സമരങ്ങൾ പലതവണ DFO ഓഫീസിന് മുമ്പിൽ നമ്മൾ നടത്തിയതാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അതിനൊന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട MLAയും ഇതിന് ശക്തമായിട്ട് നമ്മുടെ ഈ ഒറ്റക്കൽ ഭാഗങ്ങളിലെല്ലാം ഫെൻസിങ്ങിനുള്ള പൈസ അനുവദിച്ചു ഫെൻസിങ്ങും നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം വന്യമൃഗജീവികൾ മനുഷ്യജീവന് ഭീഷണിയാകുമ്പോൾ
വിവിധ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല ഏറ്റവും കൂടുതൽ വന്യമൃഗ ഭീഷണി നേരിടുകയാണ്. അത് നേരിട്ട് മനസ്സിലാക്കുവാനും ജനങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പം പങ്കുചേരുവാനും ഫ്രാൻസിസ് ജോർജ് MP തന്നെ ഇവിടെ നേരിട്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അത്തോട് ചോദിക്കും. സാറേ, ഈ വന്യമൃഗ ഭീഷണി കേരളത്തിൽ ഒരു പരിധിവരെ ഭയാനകമായി വരികയാണ്. കേന്ദ്ര വന നിയമം യാതൊരു തരത്തിലും ഫലപ്രദമാകുന്ന നിലയിൽ വരുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ വനം വകുപ്പും അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഊർജിതം കാണിക്കുന്നില്ല. അതല്ലേ നമ്മുടെ ഒരു കാഴ്ചപ്പാട്? അതെ, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വനനിയമത്തിൽ ഇനിയിപ്പോൾ ഭേദഗതികൾ ആവശ്യമാണെങ്കിൽ, അതായത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുക, കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക, ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഫലപ്രദമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും, വേണ്ടി വന്നാൽ ഈ വന്യമൃഗങ്ങളെ, അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾ കൈമാറുക. നിലവിൽ അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ 1972 നിയമത്തിന്റെ ചില നിബന്ധനകൾ വെച്ച് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ കഴിയും. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു എന്താ പറയുക, നിബന്ധനകളുടെ കാരണം പറഞ്ഞ് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി, ഞങ്ങളിത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ആവശ്യപ്പെടുകയാണ്. ഈ വരാൻ പോകുന്ന സമ്മേളനത്തിൽ, ഇപ്പം ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഭാഗം മാർച്ച് 10-ാം തീയതി ആരംഭിക്കും. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉണ്ടാക്കും. നിയമത്തിൽ ഭേദഗതി തന്നെ വരുത്തണമെന്ന് ആവശ്യപ്പെടും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് ഞങ്ങൾ UDF MP തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇവിടെ പ്രശ്നം ഇച്ഛാശക്തി ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ, വയനാട്ടിലെ അക്രമകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കൊന്ന കടുവയെ വെടിവെക്കാനായിട്ട് ഇവിടെ തീരുമാനമെടുത്തു. അപ്പൊ അധികാരമുണ്ടെന്നുള്ളത് ക്ലിയറായി. അധികാരമുണ്ട്. അതെങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഈ അധികാരം വിനിയോഗിക്കുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു കാലതാമസം വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ടല്ലോ, കാലതാമസം ഉണ്ടല്ലോ. ഞാൻ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പറയുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ നയിക്കേണ്ടത് ആരാണ്? ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന സർക്കാർ, അതിലെ ആ മന്ത്രിസഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ് മുഖ്യമന്ത്രി അടക്കം, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അടക്കം, അല്ലെങ്കിൽ മന്ത്രിസഭ അടക്കമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അത് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചോളൂ എന്ന് പറയുന്നത് ഒരുതരം ഒഴിഞ്ഞുമാറൽ സമീപനമാണ്. അതൊന്നും അല്ല വേണ്ടത്. ഇതിൽ തീരുമാനമെടുക്കണം, അതിന്റെ ഉത്തരവാദിത്തം എടുക്കണം, കർശനമായിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടണം, കൃത്യമായ നിരീക്ഷണം. ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഹോട്ട്സ്പോട്ടുകളിൽ നിരന്തരമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്. ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കണം, ഡ്രോണുകൾ ഉപയോഗിക്കണം, ക്യാമറ ഉപയോഗിക്കണം. 24 മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണ്. അങ്ങനെ ഒരു വന്യമൃഗം നാട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കണം. അതിനെ തടയാനുള്ള ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. ഇത് ചെയ്യുക എന്നുള്ളത് ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ്. അത് ചെയ്യാതെ കഴിവുകൾ പറഞ്ഞ് ഒഴിവാകുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ കൃഷിയാണ് നശിക്കുന്നത്, കാർഷിക ഉൽപ്പന്നങ്ങളാണ് നശിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിൽ സാമർത്ഥ്യം കാണിക്കുന്നത്. ഇപ്പൊ PSC ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അതൊക്കെ ചെയ്യാൻ ഫലപ്രദമായിട്ട് ചെയ്യാൻ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായ രീതിയിലാണ് പലതും വിനിയോഗിക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇട്ടിട്ടുള്ള ഉത്തരവ് എന്താണ്? കാട്ടിൽ നിന്ന് 3 കിലോമീറ്റർ പുറത്തേക്ക് കൃഷിയിടങ്ങളിൽ വന്യമൃഗം ഇറങ്ങിയാൽ അതിന് വെടിവെക്കാൻ അദ്ദേഹം ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലുള്ള തീരുമാനം ഇവിടെ എടുക്കാവല്ലോ, ഇവിടെ എടുക്കണം. അത് എടുക്കാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണ്. അത് ഈ മലയോര മേഖലയിലെ ഈ ആക്രമണങ്ങൾക്ക് ഇരകളാകുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള കടുത്ത അവഗണനയാണ്, അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. ആനയും പുലിയും കടുവയും പന്നിയും മയിലും മലയണ്ണാനും കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുമ്പോൾ ചെറുതും വലുതുമായ നിരവധി സമരപരിപാടികളാണ് ഓരോ മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നത്. സമരപരിപാടികൾ ശക്തമാകുന്നതിനനുസരിച്ച് വനം വകുപ്പ് കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ വലിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ പെരുമഴ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നത്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.